ഹേയ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ ഇതിന് നിർബന്ധമായിട്ട് ഉത്തരം പറയണം. ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നത് എപ്പോഴാണ്? ഒരു സെയിൽ ക്ലോസ് ആകുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് കോളിലാണോ, സെക്കൻഡ് കോളിലാണോ, തേർഡ് കോൾ? ഹേയ്, നോ നോ നോ. കൂടുതൽ കസ്റ്റമേഴ്സും സെയിൽസിൽ പർച്ചേസ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നത് പലപ്പോഴും ഫിഫ്ത്ത് കോളിലാണ്, ഫിഫ്ത്ത് മീറ്റിങ്ങിലാണ്. പക്ഷേ ഈ ഒരു സീക്രട്ട് ഭൂരിഭാഗം സെയിൽസ്മാൻമാർക്കും അറിയില്ല. അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കസ്റ്റമർ നമ്മൾ ഫസ്റ്റ് കോൾ ചെയ്യുമ്പോഴേക്കും വാങ്ങിക്കും എന്നുള്ളതാണ്. ഒരു സെയിൽസിൻ്റെ മാജിക്ക് കിടക്കുന്നത് ഫസ്റ്റ് കോളിലല്ല, ഫോളോ അപ്പിലാണ്. ഫോളോ അപ്പ് ഈസ് എ മാജിക്. ഹേയ്, ഞാൻ കസാക് ബെഞ്ചാലി, ഗ്ലോബൽ ബിസിനസ് കോച്ചാണ്. എസ്പെഷ്യലി ലീഡർഷിപ്പ്, ഓൺടർപ്രണർഷിപ്പ്, സെയിൽസ്, ഇതാണ് എൻ്റെ കോർ ഏരിയ ആൻഡ് ബിസിനസ് കൺസൾട്ടിങ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ എഫക്റ്റീവായിട്ട് സെയിൽ ക്ലോസ് ചെയ്യാം എന്നതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. സെയിൽസിൽ താല്പര്യമുണ്ടെങ്കിൽ, ക്ലോസിങ് സീക്രട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലാതെ ചെറിയ ടെക്നിക്കും ടിപ്സും നോക്കി വരികയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. സോ ഒരിക്കൽ കൂടി നിങ്ങളെ വീഡിയോയുടെ സീരിയസ് കണ്ടന്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യണം. നിങ്ങൾ സെയിൽസ് നഷ്ടപ്പെടുന്നത് മോശം പ്രോഡക്റ്റ് ഉണ്ടായതുകൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു മോശം സെയിൽസ്മാൻ ആയതുകൊണ്ടുമല്ല, നിങ്ങളൊരു മോശം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടുമല്ല, മറിച്ച് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ടൈം വരെ ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. ഒരു സെയിൽസ്മാൻ പലപ്പോഴും സെയിൽസിൽ സക്സസ് ആകുന്നത് കസ്റ്റമർക്ക് വേണ്ട സമയം വരെ, കസ്റ്റമർക്ക് വേണമെന്ന് തോന്നുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യാൻ ക്ഷമയില്ലാതെ ഇട്ടു പോകുന്നിടത്താണ്. ഒരു സെയിൽസിൻ്റെ മാജിക് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, അത് ഫോളോ അപ്പിലാണ്. സോ എന്തുകൊണ്ട് ഫോളോ അപ്പ് ഈസ് എവറിത്തിങ്? വൈ ഫോളോ അപ്പ് ഈസ് എവറിത്തിങ്? എന്തുകൊണ്ടാണ് ഫോളോ അപ്പ് ആണ് എല്ലാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ആണ് എല്ലാത്തിലും വിജയിക്കുന്നതെന്ന് പറയാൻ കാരണം, അതായത് 80% സെയിൽസും സംഭവിക്കുന്നത്, പ്രത്യേകിച്ചും വില കൂടിയ പ്രോഡക്റ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ വിൽക്കുവാണ്, അതൊരു വില കൂടിയതാണ്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്നും അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുന്ന ആളൊന്നുമല്ല. 1 ടൈം 2 ടൈംസ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു 4-5 തവണയ്ക്ക് പരമാവധി ഒരാൾ വാങ്ങിക്കാൻ സാധ്യതയുള്ളൂ. അതും അത്രയും റിച്ച് ആയിട്ടുള്ള അതൊരു ഹാബിറ്റ് ആളുകൾ. അതൊരു കച്ചവടമാക്കി കൊണ്ട് നടക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്. അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുക, ഇതൊന്നും നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന സാധനമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ പ്രീമിയം പ്രോഡക്റ്റുകൾ, അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ തുടങ്ങിയ മേജർ ആയിട്ടുള്ള അത്യാവശ്യം കോസ്റ്റ് ഫീൽ ചെയ്യുന്ന സാധനങ്ങളെല്ലാം കസ്റ്റമർ വാങ്ങിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80% സെയിൽസിലും പഠനങ്ങൾ തെളിയിക്കുന്നത് അത് 4ാമത്തെ കോള് കഴിഞ്ഞിട്ടാണ്. ദാറ്റ് മീൻസ് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം 5th കോൾ, 5th മീറ്റിംഗ്, 5th ഫോളോ അപ്പ്. 5th ഫോളോ അപ്പ് മുതലാണ് ഇതെല്ലാം തുടങ്ങുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 73 ഓഫ് സെയിൽസ് പീപ്പിൾ വിൽ സ്റ്റോപ്പ്. ഒരു 60-70% ആളുകൾ, സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളുകളും 2ാമത്തെയോ 3ാമത്തോ കോൾ ആകുമ്പോഴേക്കും പിന്നെ കസ്റ്റമർ വിളിക്കുന്നത് അങ്ങ് നിർത്തിവെക്കും. 1ാമത്തെ കോളിൽ ഏകദേശം 44% ആളുകൾ എന്ത് ചെയ്യും? 1ാമത്തെ കോളിൽ അല്ലെങ്കിൽ 1ാമത്തെ മീറ്റിങ്ങിൽ കസ്റ്റമർ നോ പറഞ്ഞാൽ നിർത്തും. ഏകദേശം 10-22% ആളുകൾ 2ാമത്തെ കോൾ വരെ പോകാനുള്ള ക്ഷമ അവർക്കുണ്ട്. അപ്പോൾ ഏകദേശം 70% ആളുകൾ 3 കോളിനപ്പുറത്തേക്ക് പോകാത്തവരാണ്. എന്നാൽ കസ്റ്റമർ വാങ്ങാൻ കാത്തിരിക്കുന്നത് 4 കോളിന് ശേഷമാണ്. അത്രയും സമയം പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സെയിൽസിൽ നിങ്ങൾ പരാജയപ്പെടാൻ കാരണം. അതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് കസ്റ്റമറോട് വീണ്ടും വീണ്ടും അയാളുടെ ഡോറിൽ ചെന്നിട്ട്, സർ ഞാൻ വന്നിരുന്നു, കഴിഞ്ഞ ആഴ്ച ഒന്നുകൂടെ വന്നതാണ്, എന്താണ് വിശേഷം ചോദിച്ചിട്ട് പിന്നെയും മുട്ടാൻ, അല്ലെങ്കിൽ പിന്നെയും കോൾ ചെയ്യാൻ, പിന്നെയും മീറ്റ് ചെയ്യാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നോ ഡൗട്ട്, ഫിയർ ഓഫ് റിജക്ഷൻ. അയാൾ ഇനിയും എന്നെ പുറത്താക്കുമോ, ഇനിയും എന്നെ ചീത്ത വിളിക്കുമോ, ഇനിയും എന്നെ തെറി വിളിക്കുമോ എന്നുള്ള പേടിയാണ്. ആ പേടി ഉണ്ടെങ്കിൽ you will never become a successful sales person. രണ്ടാമത്തത്, നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? കസ്റ്റമർക്ക് ഈ പ്രോഡക്റ്റിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. കസ്റ്റമർക്ക് ഈ പ്രോഡക്റ്റിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ആക്ച്വലി കസ്റ്റമർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തല്ല, there are many people are വാൻറ്ററിങ് ബിഹൈൻഡ് എ സെയിൽസ് പേഴ്സൺ. ഒരുപാട് ആളുകൾ ഒരു സെയിൽസ് പേഴ്സൻ്റെ കസ്റ്റമർ, അത് ഒരുപാട് സെയിൽസ് പീപ്പിൾ ഒരു കസ്റ്റമറുടെ പുറകെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. There are many people are wandering behind a customer, അല്ലേ? അപ്പോൾ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളെ വന്നു കഴിഞ്ഞാൽ അയാൾ അങ്ങോട്ട് പോകും. പ്രൊഡക്റ്റ് ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങളൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള സെയിൽസ്മാൻ ആണെന്ന് അയാൾക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം അതിന് കുറച്ച് ക്ഷമ വേണം, അതിന് നിരന്തരമായിട്ട് അയാൾ ഇൻട്രാക്ട് ചെയ്യണം, നിരന്തരമായിട്ടും ഫോളോ അപ്പും ചെയ്യണം. ആ ഫോളോ അപ്പ് ചെയ്യാനുള്ള പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ, റിജക്ഷന് പേടിയുണ്ടെങ്കിൽ, കസ്റ്റമർക്ക് പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നലുണ്ടെങ്കിൽ,
you will never become successful. And number 3, നിങ്ങൾക്കൊരു ഫോളോ അപ്പ് സിസ്റ്റം ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ ഓർമ്മ വരുമ്പോൾ ഞാൻ ഇന്ന് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, 2 ആഴ്ച മുമ്പ് വിളിക്കാമെന്ന് പറഞ്ഞല്ലേ, ഒന്ന് വിളിച്ചു നോക്കാം. ഇതാണ് നിങ്ങളുടെ പരിപാടി എങ്കിൽ യു വിൽ ഫെയിൽ. അറ്റ്ലീസ്റ്റ് ഒരു ഗൂഗിൾ റിമൈൻഡർ എങ്കിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ടാസ്ക് ലിസ്റ്റ് എങ്കിലും മിനിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ യു വിൽ ഫെയിൽ ഇൻ സെയിൽസ്. കാരണം വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളും മറ്റും ഉപയോഗിച്ചിട്ടാണ് നല്ല നല്ല സെയിൽസ്മാൻമാർ CRM പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട്, ലീഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് വർക്കിംഗ്. അപ്പോൾ അങ്ങനെയുള്ള കോമ്പിറ്റൻ്റ് ആയ ആളുകൾ കൃത്യമായിട്ടുള്ള സിസ്റ്റം ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു സിസ്റ്റം വേണം. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം, പൈസ ചിലവില്ലാത്തത് ഉപയോഗിക്കാം. ബട്ട് യു ഹാവ് ടു ഫോളോ സം സിസ്റ്റം ടു കീപ് ദാറ്റ് റിമൈൻഡേഴ്സ് ഓർ ഫോളോ അപ്പ് സിസ്റ്റം ഇൻ ട്രാക്ക്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. ഒരാൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട സാധനം, സെയിൽസ്മാൻ റെഡി ആകുമ്പോഴല്ല, സെയിൽസ്മാൻ ആഗ്രഹിക്കുന്ന സമയത്തല്ല ഒരു കസ്റ്റമർ വാങ്ങിക്കുന്നത്, അയാൾ വാങ്ങാൻ തയ്യാറാകുമ്പോഴാണ്, അയാൾ അത് വാങ്ങാൻ റെഡി ആകുമ്പോഴാണ്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് വെൻ യു ആർ സെല്ലിങ്, ഇറ്റ്സ് അബൌട്ട് വെൻ ദ കസ്റ്റമേഴ്സ് റെഡി ടു ബൈ. ആ റെഡി ടു ബൈ മൊമെൻറ്റ് വരെ ഫോളോ അപ്പ് ചെയ്യാനും റിമൈൻഡ് ചെയ്യാനും അയാളുമായിട്ട് കോൺടാക്റ്റ് കീപ്പ് ചെയ്യാനും നിങ്ങൾക്ക് എത്രത്തോളം ക്ഷമയുണ്ട്, എത്രത്തോളം വില്ലിംഗ് ആണ്, അവിടെയാണ് നിങ്ങളുടെ സക്സസിൻ്റെ സീക്രട്ട് കിടക്കുന്നത്. കാരണം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ കസ്റ്റമർ വാങ്ങാൻ മറക്കില്ല. കാരണം നിങ്ങൾ മാത്രമല്ല അയാൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. there are many people are running behind the customer. So you need to remember that. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ തിരക്കിലായിരിക്കാം, ആളുകൾ മറന്നു പോകാം, ആളുകൾ കമ്പയർ ചെയ്തേക്കാം, ആളുകൾ ഭയങ്കരമായിട്ട് ഡിസിഷൻ എടുക്കാൻ ഡിലേ ചെയ്തേക്കാം. അതെല്ലാം ശരിയാണ്. ആളുകൾ തിരക്കുണ്ട്, ആളുകൾക്ക് മറന്നു പോകാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് ഫോളോ അപ്പ് സിസ്റ്റം എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾക്ക് റിമൈൻഡർ ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോളോ അപ്പിനെ കുറിച്ച് ബോധമില്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സായി പോകും. കസ്റ്റമർ തിരക്കിലായിരിക്കും, കസ്റ്റമർ ഡിസിഷൻ എടുക്കാൻ വൈകും, പക്ഷെ നിങ്ങൾ മറക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു പ്രോപ്പർ സിസ്റ്റം വേണം. അതുകൊണ്ട് തന്നെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലെ, ഒരു സെയിൽസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, വാട്ട് ഹാപ്പൻസ് വെൻ യു ഡോണ്ട് ഫോളോ അപ്പ്? നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ അതിന് പല കാരണങ്ങളും കണ്ടെത്തുന്നു. ക്ലയൻറ്റ് സീരിയസ് അല്ല, ക്ലയൻറ്റ് ആക്ച്വലി അത് വേണമെന്ന് ആഗ്രഹമില്ല ക്ലയൻറ്റിന്. ഒന്നുമല്ല, ക്ലയൻറ്റ് സീരിയസ് അല്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറെ പുറകെ ഓടുക എന്നുള്ളതല്ല, മറിച്ച് കസ്റ്റമറുടെ കൂടെ പ്രസൻ്റ് ആവുക എന്നുള്ളതാണ്, കസ്റ്റമറുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളെ ഓർമ്മയുണ്ടാകുക എന്നുള്ളതാണ്. കസ്റ്റമർ വെറുപ്പിക്കുക എന്നുള്ളതല്ല, ബട്ട് നിങ്ങൾ പെർസിസ്റ്റൻ്റ് ആവുക എന്നുള്ളതാണ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹാവ് ടു ബി അന്നോയിങ്. കസ്റ്റമറെ വെറുപ്പിക്കലല്ല, ബട്ട് യു ഹാവ് ടു ബി പെർസിസ്റ്റൻ്റ്. അവന് ക്ഷമയോടുകൂടി നിൽക്കുന്നവനാണ്, അവനൊരു ഡെഡിക്കേറ്റഡ് ആയ സെയിൽസ്മാനാണ്. ഞാൻ എത്ര തെറി വിളിച്ചിട്ടുണ്ട്, ഞാൻ എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ബട്ട് അയാൾ പിന്നെയും എന്നെ മനസ്സിലാക്കി ഞാനുമായിട്ടുള്ള കോൺടാക്റ്റ് കീപ്പ് ചെയ്ത് അയാൾ ഇപ്പോഴും എന്നോട് കോൺടാക്റ്റ് വെക്കുന്നുണ്ട്. ഒരിക്കൽ പോലും മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. സോ എനിക്കിപ്പോൾ ഒരു ക്യാമറ വേണം, അല്ലെങ്കിൽ എനിക്കൊരു ലാപ്ടോപ്പ് വേണം, സോ ബെറ്റർ ഐ ഷുഡ് റിമെമ്പർ, ഞാൻ അയാളെക്കുറിച്ച് ഓർത്ത് വെക്കാന്ന് ക്ലയൻറ്റ് അയാളുടെ മനസ്സിൽ ചിന്തിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ അയാളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള ആ പ്രസൻറ്റ്നെസ് ഉണ്ടല്ലോ, ആ ഒരു പ്രസൻറ്റബിലിറ്റി ഉണ്ടല്ലോ, അയാളുടെ കൂടെ ഒരു പ്രസൻസ് ആയിട്ട് ഫീൽ ചെയ്യുക. ആ തലത്തിലേക്ക് നിങ്ങളുടെ സെയിൽസ് പ്രോസസ്സിനെ കൊണ്ടുപോകാൻ പറ്റണം. അത് തീർച്ചയായിട്ടും പെർസിസ്റ്റൻസിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. കടിച്ച് തൂങ്ങി കസ്റ്റമറുടെ ബൈയിങ് ഡിസിഷൻ എടുക്കുന്നത് വരെ അയാളുമായിട്ട് കോണ്ടാക്റ്റ് നിർത്താനും, അയാളെ ചേസ് ചെയ്യാനും, അയാളെ കൂടെ നിൽക്കാനും, ഞാൻ കൂടെ ഉണ്ടെന്ന് തോന്നലുണ്ടാക്കാനും, അയാളുടെ മൈൻഡിനകത്ത് നിങ്ങൾ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് തോന്നുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങളുടെ പേര് വരാനും നിങ്ങളുടെ മുഖം ഓർമ്മ വരാനും ക്ഷമയോടെ കാത്തു നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സെയിൽസ് ഈസ് യോഴ്സ്. ഒരിക്കലേ എൻ്റെ ഒരു സെയിൽസ് ട്രെയിനിങ് നടക്കുക. അപ്പോൾ ഞാൻ ഈ പെർസിസ്റ്റൻസിനെ കുറിച്ചും ഫോളോ അപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ക്ലാസ് എടുക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ള ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ വെറുതെ അല്ല ഈ ഒരു ട്രെയിനിങ്ങിന് എത്തിയത്, നിങ്ങളുടെ എക്സിക്യൂട്ടീവ് എന്നെ 1.5 വർഷമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഉഡായിപ്പാണെന്നാണ്. ഉഡായിപ്പാണ്, കാരണം 1, 2, 3 തവണയൊക്കെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഉഡായിപ്പാണ്, തട്ടിപ്പാണെന്നാണ്. പിന്നെയും അവരെന്നെ നിരന്തരമായിട്ട് വെറുപ്പിക്കാതെ, എന്താണ് സാർ സുഖമാണോ, ഹാപ്പി ആയിട്ടിരിക്കുന്നോ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകളുടെ ഫീഡ്ബാക്ക് ഇതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോസൊക്കെ അയച്ചു തരും, ചില നിങ്ങളെ ഉപകാരപ്പെടുന്ന, എനിക്ക് ഉപകാരപ്പെടുന്ന ചില വീഡിയോ ലിങ്കുകൾ അയച്ചു തരും, ക്ലാസ്സുകളുടെതൊക്കെ അയച്ചു തരും. ഇങ്ങനെ പല സംഗതികളും റെഗുലറായിട്ട് അയച്ചു തരുമ്പോൾ ഞാൻ അവൾ പറഞ്ഞത് ഇങ്ങനെ കേൾക്കുമായിരുന്നു. അങ്ങനെ 1.5 വർഷം നിരന്തരമായിട്ട് എന്നെ ഫോളോ അപ്പ് ചെയ്തു. പതുക്കെ എനിക്ക്
നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച് വിശ്വാസം വന്നു, ആ പെൺകുട്ടിയെക്കുറിച്ച് വിശ്വാസം വന്നു, സെയിൽസിനെ കുറിച്ച് വിശ്വാസം വന്നു. എനിക്ക് സമയം ഒത്തു വന്നത് ഇപ്പോഴാണ്. സോ ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്ന്. സോ ഐ എം ഹിയർ. ഇറ്റ്സ് ഓൺലി ബിക്കോസ് 1.5 years of continuous follow-up. ദാറ്റ് ഇസ് സെയിൽസ്. ആ പെർസിസ്റ്റൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ സെയിൽസിൽ സക്സസ് നമുക്കുള്ളത് തന്നെയാണ്. മൂന്നാമത്തെ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളോട്. ഹൗ ടു ഫോളോ അപ്പ് ദ റൈറ്റ് വേ. എങ്ങനെയാണ് ശരിക്കും ഒരു ഫോളോ അപ്പ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാർ പേയ്മെൻറ്റ് ചെയ്യാൻ റെഡിയാണോ? സാറേ ഞാൻ ആ ബില്ല് അങ്ങോട്ട് അയച്ചു തരട്ടെ എന്ന് പറഞ്ഞ് കസ്റ്റമറെ നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യുന്നു എന്നൊരു ഫീൽ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഫോളോ അപ്പിൽ നിങ്ങൾ ആദ്യം പാലിക്കേണ്ടത്. അത് കസ്റ്റമറുടെ ബെനിഫിറ്റിന്, കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, കസ്റ്റമറെ സഹായിക്കാൻ വേണ്ടി, കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്, നല്ലൊരു കൂട്ടുകാരനാണെന്നുള്ള ഫീൽ ഉണ്ടാക്കലാണ് ഒരു സെയിൽസ്മാൻ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ സാറേ എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ടുണ്ട്, അതിൽ 1,00,000 രൂപേൻ്റെ കുറവുണ്ട്, സാർ ആ പേയ്മെൻറ്റ് എങ്ങനെയെങ്കിലും ചെയ്യും എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ചോദിക്കേണ്ടവനല്ല, അല്ലെങ്കിൽ ചോദിക്കേണ്ട പ്രോസസ്സിൻ്റെ പേരല്ല ഫോളോ അപ്പ്. മറിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഹായ് സാർ, എന്താണ് സുഖമാണോ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സാറിൻ്റെ മെസ്സേജസ് ഒന്നും കാണാറില്ല, എന്താണ് വിശേഷം? ഹാപ്പി ആയിട്ടിരിക്കുന്നു? കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? എന്നൊരു റിമൈൻഡർ വെറുതെ അയക്കുക. കുശലാന്വേഷണം നടത്തുക, വെറുപ്പിക്കേണ്ട. അയാൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കുക. അയാളുടെ ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനം, സാറിൻ്റെ ബിസിനസ്സിന് പറ്റിയൊരു ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കണ്ടു, ഞാൻ സാറിന് ഷെയർ ചെയ്യുന്നു, നോക്കിക്കോളൂ, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ. അങ്ങനെ അയാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡേഴ്സ് ചെയ്യുക. എന്നാൽ അതിൻ്റെ കൂടെ വേണമെങ്കിൽ പറയും സാർ നമ്മുടെ അന്ന് പറഞ്ഞ കാര്യം സാർ എപ്പോഴെങ്കിലും പരിഗണിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഓർത്ത് വെക്കണേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇത് പറയണമെന്നല്ല, അങ്ങനെ കോൺടാക്റ്റ് കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ സാർ ഈ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യത്തിൽ സാറിന് ഇപ്പോഴും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ അയാൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ആർട്ടിക്കിൾസ്, ബ്ലോഗ്സുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് ഷെയർ എ സക്സസ് സ്റ്റോറി. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് വിജയിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ടെസ്റ്റിമോണിയൽസോ ഗൂഗിൾ റിവ്യൂസോ വീഡിയോസൊക്കെ അയച്ചു തരികയാണെങ്കിൽ അത് അയച്ചിട്ട് സാർ ഞാൻ പറഞ്ഞിരുന്നില്ല മുമ്പ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, ആ പ്രൊഡക്റ്റ് റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് മന്ത് ഉപയോഗിച്ച ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കേട്ട് നോക്കൂ, സാറേ എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ബട്ട് കേട്ട് നോക്കൂ, ചിലപ്പോൾ ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ട് ഈ രീതിയിൽ നിങ്ങൾ അവരുമായിട്ട് കണക്ഷൻ കീപ്പ് ചെയ്യാം. സ്വാഭാവികമായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് ഈ കണക്ഷൻ കീപ്പ് ചെയ്യുമ്പോൾ ദേ വിൽ ഫീൽ ദാറ്റ് നിങ്ങളൊരു ട്രസ്റ്റബിൾ പേഴ്സൺ ആണ്. നിങ്ങൾ അറിയാതെ അയാളുടെ മൈൻഡ് നിങ്ങളെക്കുറിച്ചൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ആ ട്രസ്റ്റ് ഒരു അടിപൊളി സാധനമാണ്. യു ഹാവ് ടു ബിൽഡ് ദ ട്രസ്റ്റ്. പിന്നെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫോളോ അപ്പ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ റിമൈൻഡേഴ്സ്, CRM ഉപയോഗിക്കുക, ഗൂഗിൾ ഷീറ്റുകൾ ഉപയോഗിക്കാം, തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ റിട്ടേൺ മെസ്സേജുകൾ, ടെംപ്ലേറ്റ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിനൊരു സിസ്റ്റം സെറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫോളോ അപ്പ് എങ്ങനെയായിരിക്കണം, സെക്കൻഡ് ഫോളോ അപ്പ് എങ്ങനെയായിരിക്കണം, തേർഡ് ഫോളോ അപ്പ് എങ്ങനെയായിരിക്കണം, എന്ന് ചെയ്യണം, ഏത് ടൈമിൽ ചെയ്യണം, ക്ലയൻറ്റ് ഏറ്റവും ഈസി ആയിരിക്കുന്ന സമയം എപ്പോഴാണ്, കുറച്ചും കൂടെ മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കുന്ന സമയം എപ്പോഴാണ്, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് മെക്കാനിസം ബിൽഡ് ചെയ്യുക എന്നുള്ളത് സെയിൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. റിമെമ്പർ, സെയിൽസിൽ നോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നോ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നോ എനിക്ക് പ്രൊഡക്റ്റ് വേണ്ട എന്നതും അല്ല, സമയമായിട്ടില്ല എന്ന് മാത്രമാണ്. വാങ്ങാനുള്ള സമയമായിട്ടില്ല എന്ന് മാത്രമാണ്. ആസ് എ സെയിൽസ് പേഴ്സൺ, കീപ് ചേസിങ് ദ കസ്റ്റമർ till the customer is ready to buy your product. All the best. ഞാൻ കസാക് ബെഞ്ചാലി. നിങ്ങൾക്ക് സെയിൽസിൽ, ബിസിനസ്സിൽ, ലീഡർഷിപ്പിൽ ഏത് തരത്തിലുള്ള ഗ്രോത്തും ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്തോ. ഞങ്ങളുടെ കൺസൾട്ടൻസി സർവീസ് ഉണ്ട്. നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ 5 കോടി 10 കോടിയിലേക്ക് നിൽക്കുകയാണ്, 100 കോടിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, സിസ്റ്റം ഫെയിലിയറാണ്, റിപ്പോർട്ട് കിട്ടുന്നില്ല, ടീം വർക്ക് ചെയ്യുന്നില്ല, ലീഡേഴ്സ് പ്രോപ്പറല്ല, സ്ട്രക്ചർ ഇല്ല, ഒന്നുമില്ല, ടെക്നോളജി ഇല്ല, ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ബനാക്ക് ബിസിനസ് കൺസൾട്ടിംഗ് എന്ന് പറയുന്ന കൺസൾട്ടിംഗ് ഫേമിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് താഴെ കാണുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച്, ടീമിൻ്റെ കപ്പാസിറ്റി പഠിച്ച്, കൂടെ നിർത്തേണ്ടവരെ നിർത്തി, പറഞ്ഞയക്കേണ്ടവരെ പറഞ്ഞയക്കാൻ സപ്പോർട്ട് ചെയ്ത്, പുതിയ ആളുകൾ ഹയർ ചെയ്യണമെങ്കിൽ അത് ഹയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത്, സിസ്റ്റവും സ്ട്രക്ചറും ബിൽഡ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് ആഗ്രഹിക്കുന്ന ഗ്രോത്തിലേക്ക്, 10 times 100 times ഗ്രോത്തിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്ട്രക്ചറും സിസ്റ്റവും ഒക്കെ സെറ്റ് ചെയ്ത് ഗ്രോത്ത് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബനാക് ബിസിനസ് കൺസൾട്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബിസിനസ് ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ശരി, വി ക്യാൻ ഹെൽപ്പ് യു ബിക്കോസ് വി ഹാവ് സർവീസ് അക്രോസ് ദ ഗ്ലോബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ. നിങ്ങളുടെ ട്രെയിനിങ് ആണ് വേണ്ടതെങ്കിൽ, കൺസൾട്ടിംഗ് ആണ് വേണ്ടതെങ്കിൽ, കോച്ചിങ് ആണ് വേണ്ടതെങ്കിൽ, we are always there with you. ഞാൻ കസാക് ബെഞ്ചാലി, ഗ്ലോബൽ ബിസിനസ് കോച്ച് ആൻഡ് സ്ട്രാറ്റജിക് കൺസൾട്ടൻറ്റ്.